പുനീത് രാജ്കുമാറിനെയൊക്കെ പോലുള്ള ചെറുപ്പക്കാർ 40 വയസ്സിൽ ആരോഗ്യവാനെന്ന് കരുതിയ ആൾ ജിമ്മിൽ കൊളാപ്സ് ചെയ്ത് മരിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും പറയുന്നു അദ്ദേഹം ഒരു ജനറ്റിക് പ്രൊഫൈൽ ചെയ്തിരുന്ന ഈ പ്രശ്നം വരില്ല. കാരണം ചില ജീനുകൾ അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള ചില ജീനുകൾ ബ്രോക്കലി പോലുള്ള ചില വെജിറ്റബിൾസ് കഴിക്കുമ്പോഴാണ് ഓണാവുന്നത്. വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, സ്വാമി ഞാനിങ്ങനെ ഒരു പുസ്തകം എഴുതി എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ താങ്കൾ പുസ്തകമൊക്കെ എഴുതുന്ന ആളാണല്ലേ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നി എന്തോ സ്വാമി ഇഷ്ടപ്പെടാത്ത രീതിയിലാണല്ലോ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നി. ഷേപ്പിലുള്ള ഒരു വെസലിൽ അവർ വെച്ചിരിക്കുന്നു. അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് സ്പെസിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുക. സത്യം പറഞ്ഞാൽ എന്ത് വേറെ ഒന്നും കഞ്ഞോളാണ്. ഒരാൾ വേണമെന്ന് വെച്ചാൽ അയാൾക്ക് അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതം നയിക്കാനും സാധിക്കും. കമ്മിറ്റഡ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ. പക്ഷെ ഇതൊക്കെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചില ആൾക്കാർ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ട്? അപ്പോൾ അവിടെയാണ് ആക്ച്വലി ബഹുതല സ്പർശിയായൊരു ദക്ഷിണാശാലിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഒരു കോർപ്പറേറ്റ് ട്രെയിനർ എന്ന നിലയിലാണ് ലോകം അദ്ദേഹത്തെ അറിഞ്ഞു തുടങ്ങിയതെങ്കിലും പിന്നീട് അദ്ദേഹം നിരന്തര ഗവേഷണങ്ങളിലായിരുന്നു. ഒരുപക്ഷെ ആ ഗവേഷണങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട മേഖലയിലായിരുന്നു. പക്ഷേ ഏറ്റവും സന്തോഷപൂർവമായ മനുഷ്യൻ്റെ ആരോഗ്യ പരിപാലനം, ആ നേട്ടങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീറൂട്ട്സ് എന്ന് പറയുന്ന വെൽനസ് സൊല്യൂഷനിലാണ്. വീറൂട്ട് വെൽനസ് സൊല്യൂഷൻ എൻ്റെ ഉടമസ്ഥനും അതിൻ്റെ ചെയർമാനുമായ ഡോക്ടർ സജീവ് നായർ. സർ, വെൽക്കം. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കോർപ്പറേറ്റ് ട്രെയിനർ, പക്ഷേ ഡോക്ടർ എത്രമാത്രം ആ വാക്ക് ദഹിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു കോർപ്പറേറ്റ് ട്രെയിനർ എന്ന നിലയിലാണ് ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ശരിക്കും ആ നിലയിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്താണ്? കോർപ്പറേറ്റ് ട്രെയിനർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്ഥാപനങ്ങളിൽ, കമ്പനികളിലൊക്കെ അവരുടെ അങ്ങനെ കുറച്ച് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനകത്തൊരു അഗ്രഗണ്യനൊന്നും ആയിരുന്നില്ല. കാരണം ഞാൻ കൂടുതലും ബിസിനസ് ആൻട്രപ്രന്യൂവേഴ്സിനാണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. അതിൽ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിലോ കോളേജ് ജീവിതത്തിലോ ഒന്നും ഞാനങ്ങനെ ഒരു പ്രാസംഗികനോ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എണീറ്റ് സംസാരിക്കുന്നതിന് നമുക്ക് പ്രയാസമുള്ളൊരു പണിയായിരുന്നു. 4ാം ക്ലാസ്സിലോ മറ്റേ അമ്മ സ്കൂളിൽ ലളിതഗാന മത്സരത്തിന് പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ ഒരു സ്റ്റേജിൻ്റെ സൈഡിൽ കയറി മറ്റേ സൈഡിൽ ഇറങ്ങി ഓടിയ ആളാണ്. അപ്പം നമുക്കപ്പം ഈ ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് എളുപ്പമുള്ളൊരു പണിയായിരുന്നില്ല. പക്ഷെ ഞാൻ അതിനുശേഷം പഠനമൊക്കെ കഴിഞ്ഞ ശേഷം 1-2 നല്ല സ്ഥാപനങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡയറക്റ്റ് സെല്ലിങ് മേഖലയുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത്. ഡയറക്റ്റ് സെല്ലിങ് വരുമ്പം മറ്റുള്ള ആൾക്കാരെ നമ്മൾ ഇൻസ്പയർ ചെയ്യാതെ രക്ഷയില്ല, അവരെ ട്രെയിൻ ചെയ്തേ പറ്റൂ. കാരണം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോരുത്തരും പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കത് ഒരു ആവശ്യമായിട്ട് വന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ എണീറ്റ് നിന്ന് വർത്തമാനം പറയേണ്ട അവസ്ഥ വന്നു എന്ന് പറയാം. അപ്പോൾ അത് ചെയ്തു തുടങ്ങിയപ്പം മോശമില്ലാത്തൊരു ജോലി നമ്മൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നി. കാരണം അത് ആൾക്കാർ ഇൻസ്പയർഡ് ആവുന്നുണ്ട്, ആൾക്കാർ ട്രെയിൻഡ് ആവുന്നുണ്ട്. അത് പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു പ്രൊഫഷനാക്കി മാറ്റിക്കൂടാ എന്നുള്ള രീതിയിൽ കുറച്ച് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ കോർപ്പറേറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ബിസിനസ് ട്രെയിനിങ്, ബിസിനസ് കോച്ചിങ് രംഗത്തേക്ക് കടന്നു വന്നത്. അതിനുവേണ്ടി പ്രത്യേക ട്രെയിനിങ് നടത്തിയിരുന്നു. നല്ല ചോദ്യം. ഇന്നലെ എന്നോട് ഇതേ ചോദ്യം ഒരാൾ ചോദിച്ചു, ഈ മോട്ടിവേഷണൽ കോഴ്സ് വല്ലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കോഴ്സുകളും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈവൻ അത് ഒരുപക്ഷെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു കാര്യം കൂടി ആയിരിക്കും. ഞാൻ ആക്ച്വലി പഠിച്ചൊരു മലയാളം മീഡിയം ഗവൺമെൻറ് സ്കൂളിലാണ്, ഏറ്റുമാനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ട്യൂഷന് പോകുന്ന സമയത്ത് 1-2 കുട്ടികൾ മാത്രം ഇംഗ്ലീഷ് മീഡിയത്തിൽ വരുമായിരുന്നു. അപ്പോൾ ഈ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ കോംപ്ലക്സ് ഉണ്ടാവുമല്ലോ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ. അങ്ങനെ ഒരു കോംപ്ലക്സ് ഒക്കെ അടിജീവിക്കുന്ന ഒരു കാലമാണ്. അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് പോകുന്നു. പ്രീ ഡിഗ്രിക്ക് പോകുമ്പോൾ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഡിഗ്രിക്ക് പോയി, അത് നമ്മുടെ നാട്ടിൽ തന്നെ. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഒരാൾ എന്നോട് ചോദിക്കുന്നത് എന്താണ് എൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നത്. എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചാണ്. അപ്പോൾ അതൊരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. അച്ഛൻ സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കുക, BSRBയോ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡോ ഇങ്ങനെയൊക്കെ കുറേ സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ വെച്ചത് ബാങ്കിൽ വല്ല ജോലിയും വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അച്ഛനാണ് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്നതാണ്, നിനക്കൊരു MBA ഒക്കെ എടുത്ത് കുറച്ച് നല്ല രീതിയിൽ ചിന്തിച്ചൂടെ. അവിടെയാണ് ശരിക്കും ഞാൻ ഈ MBA എന്നുള്ള ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ, ഉള്ളത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ അച്ഛൻ 1-2 MBA പഠിച്ച് പാസ്സായി നല്ല എത്തി 1-2 വരെ കാണിച്ചു തന്നു. അപ്പോൾ അതോടുകൂടി എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. കാരണം അവർ നല്ല ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട്.
ഞാൻ അതിനുശേഷം ആദ്യത്തെ ഒരു ടെസ്റ്റ് എഴുതിയതും വളരെ ടഫായിട്ടുള്ളൊരു ടെസ്റ്റായിരുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അച്ഛനും അറിയില്ലായിരുന്നു ഇതാണ് ഏറ്റവും ടഫസ്റ്റ് ലോകത്തിൽ എന്നുള്ള അറിയത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ വാങ്ങിയത്. അപ്പോൾ ക്ലീൻ ബോൾഡായി ആദ്യം തന്നെ. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാതെ ഒരു രക്ഷയില്ലാന്ന് മനസ്സിലായി. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു നടക്കില്ല, കാരണം നമുക്ക് ഇംഗ്ലീഷ് മോശമില്ല. അപ്പോൾ നിനക്ക് ഇമ്പ്രൂവ് ചെയ്തൂടെ, അതാണ് പ്രശ്നമെങ്കിൽ നിനക്കിത് നേടണം എന്നുണ്ട്, ഇംഗ്ലീഷാണ് പ്രശ്നമെങ്കിൽ അത് വർക്ക് ചെയ്യുന്നു. അതെങ്ങനെ വർക്ക് ചെയ്യും? 10-17 വയസ്സായി, നമ്മൾ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ ആയി. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ പറ്റുമോ? പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഞാൻ വരുത്താം, ഉച്ചത്തിൽ വായിച്ച് പഠിക്കാൻ പറഞ്ഞു. ഉച്ചത്തിൽ വായിച്ചിട്ട് പ്രൊനൗൺസിയേഷനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായി താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാനത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഒരു സത്യം പറഞ്ഞാൽ MSc എനിക്ക് ആ സമയത്ത് അഡ്മിഷൻ കിട്ടി. പക്ഷേ MSc പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോക്കസ് ഇംഗ്ലീഷ് വായിക്കുക, BBC-യുടെ ഒക്കെ ന്യൂസ് കേൾക്കുക, പ്രൊനൗൺസിയേഷൻ അതിൽ നിന്ന് മനസ്സിലാക്കുക, പിന്നെ നമ്മൾ സ്വയം ഉച്ചത്തിൽ വായിക്കുക. ഉച്ചത്തിൽ വായിക്കുമ്പോൾ അതിനകത്തൊരു അറിയാമല്ലോ പ്രശ്നം. ഹോസ്റ്റലിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്, അപ്പം മറ്റു ചില ആൾക്കാർ എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ തീരുമാനിച്ചിറങ്ങി. അങ്ങനെ ഞാൻ 2 വർഷം കഴിഞ്ഞ് വീണ്ടും MBA-യുടെ എൻട്രൻസ് എഴുതി, ക്വാളിഫൈ ചെയ്തു. എനിക്കൊന്ന് ടോപ്പിൽ തന്നെ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പം ഞാൻ അവിടെയും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പുറത്തെവിടെയും പോയില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കാൻ പോയില്ല. ഞാനെപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഒരു സ്കില്ലെന്ന് പറയുന്നത് എപ്പോഴും 2 കാര്യങ്ങളാണ് ജീവിതത്തിൽ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന. ഒന്നുകിൽ ടാലൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ സ്കില്ലുണ്ടാവണം. ടാലൻറ്റ് സ്കില്ലുമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ടാലൻറ്റ് എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായിട്ട് കുറച്ചെങ്കിലും ഉണ്ടാവണം, അതും നമ്മൾ ട്രെയിനിങ് വേണം. സ്കില്ലെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ നേടിയെടുക്കാവുന്ന ഒരു കാര്യം, എപ്പോൾ വേണമെങ്കിലും. അത് ഏത് മൊമെൻറ്റ് വേണമെങ്കിൽ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് സ്കില്ലാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, മാത്തമാറ്റിക്സ് സ്കില്ലാണ്, അക്കൗണ്ടിങ് സ്കില്ലാണ്, സെയിൽസ് സ്കില്ലാണ്, മാർക്കറ്റിംഗ് സ്കില്ലാണ്, ബിസിനസ് സ്കില്ലാണ്. ഈ സ്കില്ലൊക്കെ എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മൾ ബൈ പ്രാക്ടീസും, നല്ലൊരു പ്രാക്ടീസും നല്ലൊരു മെൻറ്ററും ഉണ്ടെങ്കിൽ നമുക്കതിൽ എക്സ്പേർട്ട് ആവാൻ പറ്റും എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്തതാണ്. കാരൂർ സാറിൻ്റെ എന്തോ ഒരു ബന്ധുത്വം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരൂർ എൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ്. അച്ഛൻ്റെ അമ്മാവനാണ്. അപ്പോൾ പിന്നെ വാക്കുകൾ വരുന്നതിൽ ഇങ്ങനെ പിന്നെ ഈ അതിനൊരു അനുസ്യൂതം ഉണ്ടാകുന്നതിൽ തെറ്റായിരിക്കും കേട്ടോ, അല്ലാതെ എൻ്റെതായിട്ടുള്ള ഒരു റൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന് ഓർത്തു. ഒരുപാട് മലയാള സാഹിത്യത്തിൽ ഒരുപാട് ചെറുകഥകളൊക്കെ സമ്മാനിച്ച കാരൂർ സാറിനെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തരവന് ഇങ്ങനെയൊക്കെ ആവാം, ഇങ്ങനെയൊക്കെ വരാം, വാക്കുകളുടെ ഒരു പ്രവാഹമൊക്കെ ഉണ്ടാകാമെന്നതിൽ തെറ്റൊന്നുമില്ല. അതുപോലെ സ്വാമിയുമായിട്ടും അടുത്ത ബന്ധമുണ്ട്. സ്വാമി എന്ന് പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി സ്വാമി. സ്വാമി എനിക്ക് തോന്നുന്നു കോട്ടയത്ത് വരുമ്പോൾ താങ്കളുടെ വീട്ടിലാണ് ഒരുപാട് താമസിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹമായിട്ടുള്ളൊരു സൗഹൃദവും ബന്ധവും ഓർമ്മകളും ഒക്കെ ഉണ്ടോ? അത് എല്ലാ ദിവസവും ഓർക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ടുള്ള അടുപ്പം. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാമെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. കാരണം അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. ഞാൻ അത് ആക്ച്വലി അദ്ദേഹം വരുമ്പോൾ താമസിക്കാറുള്ള എൻ്റെ എറണാകുളത്തെ വീട്ടിലാണ്. എറണാകുളത്താണ്. അപ്പം അതിനൊരു കാരണം ഉണ്ടായെന്താ വെച്ചാൽ, ധനം എൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആദ്യം എഴുതിയൊരു പുസ്തകം. ഞാൻ എഴുതിയെന്ന് പറയുന്ന പോലും തെറ്റാണെന്നാണ് സ്വാമിയുടെ ശിക്ഷണം കിട്ടിയത് പോലും ഞാൻ മനസ്സിലാക്കിയത്. എഴുതപ്പെട്ട ഒരു പുസ്തകം. അപ്പോൾ അതിൻ്റെ പ്രകാശനം ചെയ്യാനാണ് സ്വാമി വന്നത്. അന്നാണ് ഞാൻ സ്വാമി ആദ്യമായിട്ട് 2004-ലോ 2005-ലോ മറ്റാണ് ഞാൻ ആദ്യമായിട്ട് സ്വാമിയെ പേഴ്സണലായി നേരിട്ട് കാണുന്നത്. അന്ന് വീട്ടിൽ ഉച്ചയ്ക്ക് ഊണിന് വിളിച്ചിരുന്നു സ്വാമിയും അമ്മയും. അമ്മ എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ വൈഫ്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാമിയോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു റൂം നന്നായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാമി വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാം, ഒന്ന് മയങ്ങാമെന്ന് പറഞ്ഞു. വൈകുന്നേരമാണ് പുസ്തക പ്രകാശനം. അപ്പോൾ സ്വാമി ഒന്ന് രൂക്ഷമായിട്ട് എന്നെ ഒന്ന് നോക്കി. അപ്പം ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ, ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി വേറൊരു റിലേഷനിൽ കൂടെ കണക്ഷനിൽ കൂടെയാണ് ഞാൻ സ്വാമിയായിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, സ്വാമി ഞാനിങ്ങനൊരു പുസ്തകം എഴുതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നേരത്തെ ഒരാൾ ധരിപ്പിച്ചിട്ടുണ്ട് സ്വാമിയെ, ഇങ്ങനെ ഒരാൾ വിളിക്കും എന്നുള്ളത്. എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ താങ്കൾ പുസ്തകമൊക്കെ എഴുതുന്ന ആളാണല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല ആ ടോൺ എന്തായിരുന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ സ്വാമി ഇഷ്ടപ്പെടാത്ത രീതിയിലാണല്ലോ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് മയങ്ങാം എന്നൊക്കെ പറഞ്ഞു. ഒന്ന് രൂക്ഷമായി നോക്കി. അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് സ്വാമി പറഞ്ഞു, എന്തോ ഒരു വേറൊരു കോണ്ടെക്സ്റ്റ് സംസാരിക്കാൻ ഇടയ്ക്ക് സ്വാമി എന്നോട് പറഞ്ഞു, എടോ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഊട്ടിയാൽ ഉണ്ണും, ഉറക്കിയാൽ ഉറങ്ങും, നടത്തിയാൽ നടക്കും, കിടത്തിയാൽ കിടക്കും. ചോറിങ്ങനെ ഉരുട്ടി വായി വെക്കാം, ഇങ്ങോട്ട് ഇറക്കുന്ന നമ്മളല്ല. അഹങ്കാരം വേണ്ട. അപ്പം ഞാൻ സ്വാമി അല്ല മയങ്ങുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമൊന്നുമല്ല, കിടക്കാം, അവിടം വരെ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു.
ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമി സംഗീതമാണ് സ്വാമിയുടെ എല്ലാം എന്നാണ്, അങ്ങനെയാണ് ലോകം അറിയുന്നത്. എനിക്ക് സംഗീതവുമായി വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ എൻ്റെ ഫിലോസഫി മൊത്തം സ്വാമി ഉടച്ച് വാർത്തു വാർത്തകൾ എന്ന് പറയാം. കാരണം 2005 മുതൽ 2014 സ്വാമി ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്നു. ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നവരെ എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് കുറേ ദിവസങ്ങളെങ്കിലും എനിക്ക് സ്വാമിയായിട്ട് ചെലവഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറ്റി. പിന്നെ ഞാൻ ആക്ച്വലി ചെയ്ത റിസർച്ച് പോലും തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ റിസർച്ചിന് പോലും കാരണമായത് സ്വാമിയുമായിട്ടുള്ള അസോസിയേഷനാണ്. കാരണം നമുക്ക് സക്സസ്സിനോടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. സ്വപ്നങ്ങൾ ഉണ്ടാവണം, അത് ഹാർഡ് വർക്ക് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ. പക്ഷെ ഇതൊക്കെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ചില ആൾക്കാർ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ട്? അപ്പോൾ അവിടെയാണ് ആക്ച്വലി ഈ ഒരു കുറച്ചുകൂടി ഡീപ്പർ ലെവൽ ഓഫ് സയൻസിലേക്ക് എനിക്ക് കടക്കണമെന്ന് തോന്നിയത് ചില സ്വാമിയുടെ ചില ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഈ സ്പേസ് നിൽക്കുന്നതിന് കാരണം സ്വാമി ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനമാണ്. പിന്നെ ആ സമയത്ത് സ്വാമി അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ദാസേട്ടനോട് വരാറുണ്ട്, അല്ലെങ്കിൽ ചിത്ര ചേച്ചി, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിലേക്ക് അങ്ങനെ അതൊക്കെ അതിൽ കൂടെ വന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ശൂന്യത വല്ലാതെ ബാധിച്ചിട്ടുണ്ടാവുമല്ലോ. അത് പലപ്പോഴും തോന്നാറുണ്ട് എനിക്ക്, ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കും. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നോട്ടങ്ങൾ ഭയങ്കരമാണ് സ്വാമിയുടെ. അത് സ്വാമിയായിട്ട് അടുത്തിടപെട്ടുള്ള ഒരു സുരേഷിനും അറിയാം, രൂക്ഷമാണ്. രൂക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു ഒരു കാര്യമൊക്കെ ചോദിക്കാനിരുന്നിട്ട് നമ്മൾ മണ്ടനാണോ, നമ്മൾ കാണിക്കുന്ന തെറ്റ് വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാതെ ചോദിച്ചു പോകും. ഒരുപാട് വ്യവസായ സംരംഭകർക്ക് അവരുടെ വിജയങ്ങളിലേക്കൊക്കെ നയിച്ച ഒരാളെന്ന നിലയിൽ അതിനങ്ങനെ കാണാം. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ, മനുഷ്യരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നാൻ തുടങ്ങിയത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ്? രണ്ട് കാരണങ്ങളുണ്ടായി. പ്രധാനമായിട്ടുണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ലാംബയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെയർ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ന്യൂട്രീഷൻ ഡിവിഷനുണ്ട്, ന്യൂട്രലൈറ്റ് എന്ന് പറഞ്ഞാൽ, അതിലായിരുന്നു എൻ്റെ എൻ്റെയർ ഫോക്കസ്. അപ്പം ഞാൻ അതിലാണ് പ്രൊഡക്റ്റുകളൊക്കെ നല്ലത് തന്നെ, നല്ല പ്രോഡക്റ്റുകളാണ്. ആ പ്രോഡക്റ്റുകളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ആ ഒരു ഡിവിഷൻ, ആ ഒരു ബ്രാൻഡാണ് ഞാൻ വർക്ക് ചെയ്തത് ആ കമ്പനിയിൽ. അപ്പോൾ അതിൽ അങ്ങനെ എനിക്ക് കുറച്ച് ഈ പറയുന്ന, പിന്നെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, MBAക്ക് മുമ്പേ MSc അനലിറ്റിക്കൽ കെമിസ്ട്രി ആയിരുന്നു. പിന്നെ സിപ്ല എന്നുള്ള ഫാർമ കമ്പനി കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് എനിക്ക് ഈ ആരോഗ്യവും ഫാർമയും ഈ കെമിസ്ട്രിയും ഒക്കെ ആയിട്ടൊരു കണക്ഷൻ കിടപ്പുണ്ട്. ഇതൊന്നും പ്രാഗൽഭ്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു മനസ്സിലാവും ഇതൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സപ്ലിമെൻറ്റേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സുമായിട്ടുള്ളൊരു കണക്ഷൻ അവിടെ നിന്ന് എനിക്ക് ഉണ്ടായി തുടങ്ങിയതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി തുടങ്ങിയത് അവിടെ നിന്നാണ്. 2003, 2004 ഞാൻ ആദ്യമായിട്ട്, 2003 എനിക്ക് തോന്നുന്നു, ഒരു വെൽനസ് ക്ലിനിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഡോക്ടർ ശ്രീകുമാർ എന്ന് പറഞ്ഞ് വെൽനസ് രംഗത്തെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ENT സർജൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പലപ്പോഴും ബ്രെയിൻ സ്റ്റോം ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് എന്തുകൊണ്ട് നമുക്കിങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടായിക്കൂടാ, അന്ന് ആരും ചിന്തിക്കുന്ന പോലും ഇല്ലാത്തൊരു കാലമാണ് കേട്ടോ. അങ്ങനെ കുറച്ചുകൂടെ ക്ലിനിക്കൽ ലെവലിൽ കുറച്ച് നോളജ് അങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. നോളജ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്യാനുള്ള നോളജ് അല്ല, എങ്കിൽ പോലും ഒരു ഹ്യൂമൻ ഫിസിയോളജി എന്താണെന്നും നമ്മളുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് കൂടുതൽ പാഷനേറ്റായി. അപ്പോൾ ഞാൻ കൂടുതൽ ഡീപ്പർ ലെവൽ ഓഫ് സ്റ്റഡീസ് നടത്തി, റിസർച്ച് ചെയ്തു. അങ്ങനെ ആ മേഖലയിൽ തന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് ഈ പീക്ക് പെർഫോമൻസ് കോച്ചിങ്, റൈസപ്പ് ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ മറ്റു ചില ബിസിനസ്സുകളും ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ മേഖലയിൽ എൻ്റെ ഒരു കണക്ടിവിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. ഈ 2016, 2017 ആയപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ആയുർവേദമായിട്ട് കണക്ട് ചെയ്ത് കുറേ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മളുടെ കോയമ്പത്തൂർ ആയുർവേദ് ഫാർമസിയുടെ കൃഷ്ണകുമാർജിയൊക്കെ ആയിട്ട് വളരെ അടുത്തൊരു ബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു. 2016, 2017 ഞാൻ ഈ വെൽനസ്സിൽ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടൊരു സെഗ്മെൻറ്റിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. അതായത് ഹ്യൂമൻ ലോഞ്ചിവിറ്റി, എങ്ങനെ കൂടുതൽ കാലം ആരോഗ്യത്തോടുകൂടി എനർജിയോടുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് ജീവിക്കാം. അതിന് പ്രധാനപ്പെട്ട കാരണം വളരെ സ്വാർത്ഥമായ ഒരു താല്പര്യമായിരുന്നു. കാരണം എൻ്റെ 50 വയസ്സിലേക്ക് ഞാൻ നടക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് തോന്നി 50 വയസ്സ് കഴിഞ്ഞിട്ടും ഇതേ പെർഫോമൻസ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ നമുക്ക് ആരോഗ്യത്തോടുകൂടി. കാരണം എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് 48 വയസ്സിലാണ്, 48, 49 വയസ്സിലാണ്. 62 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചുള്ളൂ. അമ്മയ്ക്ക് ക്യാൻസർ വന്നതാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യം കൂടുതലായിരുന്നു ഈ ഒരു വിഷയം. 50ലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആരോഗ്യം എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
അത് കുറച്ച് ഡീപ്പറായിട്ട് ഞാൻ സ്റ്റഡി ചെയ്തു. യു എസിലൊക്കെയുള്ള ലോഞ്ചിവിറ്റി റിസർച്ചേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ എത്രമാത്രം ലോഞ്ചിവിറ്റിയുടെ ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആ, പ്രദേശം ഇന്ത്യയാണ്. അതെ കാരണം നമ്മുടെ ആയുർവേദമാണ് ആയുസ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രതിപാദിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുടിപ്രവേശം അല്ലെങ്കിൽ രസായന ചികിത്സ അതെ. ഇതെല്ലാം ലോഞ്ചിവിറ്റിയാണ്. പക്ഷേ എപ്പോഴും വെസ്റ്റേൺ മാർക്കറ്റിൽ നിന്നൊരു സാധനം ബ്രാൻഡ് ചെയ്ത് പാക്കേജ് ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക്, ഇഷ്ടം. കാരണം അവർക്ക് കുറച്ചുകൂടി അതെ, എളുപ്പം അതെ, അതെ. അതിനെ ലഘൂകരിക്കും. നമ്മളിവിടെ വളരെ കോംപ്ലക്സ് ആക്കി വെക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ലോഞ്ചിവിറ്റി എന്നുള്ളത്. ആക്ച്വലി നമുക്ക് അസുഖങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും എന്ന് എന്ന ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളെത്തി. പിന്നെ 2 ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സിലിക്കോൺ വാലിയിൽ നിന്ന് എമർജ് ചെയ്തൊരു കോൺസെപ്റ്റാണ്. അതായത് ഒരാളുടെ ബയോളജിയെ സ്വയം അയാൾക്ക് ഹാക്ക് ചെയ്യുക, കൺട്രോൾ ഏറ്റെടുക്കാൻ പറ്റുക. അത് എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്യിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെൽനസ് എന്നുള്ള വാക്ക് അതെ. പ്രബലമായത് വെസ്റ്റേൺ ലോകത്ത് നിന്ന് വന്നപ്പോഴാണ്. അതെ. പക്ഷേ ആക്ച്വലി സൗഖ്യം എന്നുള്ളത് ആയുർവേദത്തിൽ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. പക്ഷെ അതിന് എങ്ങനെയോ അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായില്ല. പക്ഷേ വെൽനസ് പറഞ്ഞപ്പോൾ അതിന് ബ്രാൻഡ് വാല്യൂ വന്നു. എന്ന് പറഞ്ഞാൽ ബയോ ഹാക്കിംഗ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഡീപ്പർ ലെവൽ ബയോ ഹാക്കിങ്ങിൽ പറയുന്ന എല്ലാം തന്നെ നമ്മുടെ ഈസ്റ്റേൺ കോൺസെപ്റ്റ്സ് ആണ്. അതിപ്പോൾ നമ്മൾ ഗ്രൗണ്ടിങ് എർത്തിങ് എന്നൊക്കെ അവർ ബ്രാൻഡ് ചെയ്തൊരു സാധനമുണ്ട്. വേറൊന്നുമില്ല, നഗ്നപാതരായിട്ട് മണ്ണിലൂടെ നടക്കുന്നതിനാണ് പറയുന്നത്. അത് നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ അറിയാതെ നടന്നിരുന്നതാണ്. നഗ്നപാതനായി കടന്നു വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ. ഇനി ഫെർമെൻറ്റഡ് ഫുഡ്, നമ്മൾ എസ്പെഷ്യലി കേരളത്തിൽ ഇഡ്ഡലി ദോശയൊക്കെ ഫെർമെൻറ്റഡ് ഫുഡാണ്. പഴയങ്കഞ്ഞിയാണ് വെസ്റ്റ്. ഞാൻ അമേരിക്കയിൽ ഒരു കോൺഫറൻസ് ചെന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക കലമല്ല, ഒരു 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 ഷേപ്പിലുള്ള ഒരു പാത്രത്തിൽ വെസലിൽ അവർ വെച്ചിരിക്കുന്നു. അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് സ്പെസിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്ത് വേറെ ഒന്നും കഞ്ഞിവെള്ളമാണ്. തലേദിവസം കഞ്ഞിവെള്ളം, റൈസ് സൂപ്പ്. റൈസ് സൂപ്പ് അത് വളരെ ഡീറ്റെയിൽ, പ്രോബയോട്ടിക് പ്രീബയോട്ടിക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എഴുതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ട് കോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഈസ്റ്റേൺ ഒറിജിൻ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ബയോ ഹാക്കിങ്ങിലെങ്കിലും നമ്മുടെ ഒരു ഈസ്റ്റേൺ ടച്ച് കൊണ്ടുവരാൻ പറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒറിജിൻ, അതിൻ്റെ ഉടമസ്ഥാവകാശം ഈസ്റ്റേൺ വേൾഡിന് സാധിക്കണം എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ബയോ ഹാക്കിങ്ങിൽ കുറച്ച് ഫോക്കസ് ചെയ്തതും. അങ്ങനെ കിട്ടിയ ഒരു ജ്ഞാനോ കൂടെ വെച്ചിട്ട് അല്ലെങ്കിൽ അറിവോ കൂടെ വെച്ചിട്ട് ഞാനൊരു പുസ്തകമാക്കിയതാണ് മേക്കിംഗ് ഓഫ് ദ സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു പുസ്തകം. പിന്നെ അത് ആൾക്കാർക്ക് പുസ്തകം ജ്ഞാനം മാത്രം പോരല്ലോ, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൊരു രീതിയും കൂടെ വേണ്ടല്ലോ. അതിനകത്ത് 2 കാര്യം അതിനകത്ത് വരുന്നതിന് മുമ്പായിട്ട് എന്താണ് ഈ ബയോ ഹാക്കിംഗ് എന്നുള്ളത് സാധാരണ ആളുകളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഒരു അജ്ഞരാണ്. അതെ. വളരെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരന് പോലും എന്ത് ബയോ ഹാക്കിംഗ് കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ രോഗവിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന എപ്പോഴാണ് നമ്മളുടെ ആരോഗ്യത്തിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നറിയുമ്പോഴല്ലേ. അതെ. ശരിക്കും എപ്പോഴാണല്ലോ പോകുന്നത്. മാക്സിമം ട്രൈ ചെയ്യുമല്ലോ ഒരു ഹോസ്പിറ്റലിൽ പോകാതിരിക്കാനായിട്ട്. അപ്പം നമ്മുടെ ആരോഗ്യത്തിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ എടുക്കാൻ എങ്ങനെ എടുക്കാൻ പറ്റും എൻ്റെ ആരോഗ്യം? ഇപ്പം നമ്മുടെയൊക്കെ ഒരു ധാരണ, പൊതുവെ ജനങ്ങളുടെ ധാരണ, അസുഖമില്ലെങ്കിൽ ആരോഗ്യമുണ്ട് എന്നാണ്. അസുഖമില്ലാത്ത ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖമില്ലാത്ത അവസ്ഥ. തെറ്റാണ്. WHO തന്നെ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യം എന്ന് പറയുന്ന അസുഖമില്ലാത്ത അവസ്ഥയല്ല. ഇത് നമ്മൾ കോമൺ മാൻ അറിയാത്തൊരു കാര്യമാണ്. അപ്പം പലപ്പോഴും നമ്മുടെ ധാരണ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസുമാണ്. അല്ല, അവരുടെ ഉത്തരവാദിത്വം നമ്മളെ അസുഖങ്ങൾ വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാനാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് മാത്രമേ ഉള്ളൂ. വേറൊരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. വേറെ പലതും, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു കമ്പനി 1000 കോടി കമ്പനിയുടെ CEO ആയിരിക്കും. നിങ്ങളുടെ എല്ലാ ജോലിയും ചെയ്യാൻ നിങ്ങൾക്ക് ആളിനെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ആരോഗ്യം മാത്രം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ. കൺട്രോൾ, ടേക്കിംഗ് കൺട്രോൾ, കുറച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നതിനാണല്ലോ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ബയോ ഹാക്കിംഗ് എന്ന് പറയാൻ കാര്യം ബയോളജി, നമ്മുടെ സ്വന്തം ബയോളജി, നമ്മളുടെ ഫിസിയോളജി, ശരീരവും നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ, നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷൻ, അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ഫംഗ്ഷൻ, ഇതിൻ്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിൽ എത്തിക്കുന്ന സംവിധാനത്തിനെയാണ് ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് ഇപ്പോൾ ഇത് സംസാരിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഒരു 10 വർഷം മുമ്പ് ഇത് സംസാരിക്കപ്പെട്ടിരുന്നില്ല. ഇന്നത് സംസാരിക്കാൻ കാരണം നമുക്കിന്ന് നമ്മളുടെ ആരോഗ്യം ഒരാൾ വേണമെന്ന് വെച്ചാൽ, ഇന്നും മജോറിറ്റി ആൾക്കാർക്കും അറിയില്ലത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം, വേണമെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റയർ ഹെൽത്തിനെ നമുക്ക് സ്വയം മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു റിങ് നോക്കിയാൽ, ഈ റിങ് മാത്രം, ഈ റിങ് ഈ അകത്ത് നോക്കിയാൽ നിറയെ സെൻസേഴ്സാണ്. ഈ ഒറ്റ റിങ്ങിൽ ഏകദേശം ഒരു 20ഓളം ഹെൽത്ത് പാരാമീറ്റർ എനിക്ക്
ഓൺ ടൈം എൻ്റെ മൊബൈൽ റീഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ രാവിലെ ഉണരുന്ന സമയത്ത് എൻ്റെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി, സിനിമയിലൊക്കെ പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഗാധത ഒക്കെ മനസ്സിലാക്കാൻ, ഡീപ്പ് സ്ലീപ്പ് എത്ര ഉണ്ടായിരുന്നു, REM സ്ലീപ്പ് എത്രയുണ്ട്, ഇതൊക്കെ എനിക്കിത് റീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഡോക്ടറിനെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കുകയാണ് ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാ ഡോക്ടർമാരും ചോദിക്കുന്ന ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ ചുമ്മാ നന്നായിരുന്നു, മോശമായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ കറക്റ്റായിട്ടുള്ള സ്കോർ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ മെഷറബിളായി. നമ്മളുടെ ശരീരം, നമ്മളുടെ ആരോഗ്യം വളരെ മെഷറബിളായി. നമുക്ക് സ്വയം മെഷർ ചെയ്യാം. ഞങ്ങളുടെ തന്നെ ഒരു ആപ്പുണ്ട്, ട്രിഗർ എന്ന് പറയുന്ന ആപ്പുണ്ട്, TRIGR, ഈ വീറൂട്ട്സിൻ്റെ. ഈ ആപ്പിനകത്ത് നമ്മൾ ഫേസ് സ്കാൻ ഉണ്ട്. ഇപ്പോൾ ഫേസ് സ്കാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 45 സെക്കൻഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 15 ഹെൽത്ത് പാരാമീറ്റേഴ്സ്, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി, VO2 മാക്സ്, പൾസ് റേറ്റ്, ഇതുപോലുള്ള എല്ലാം ബോഡി ടച്ച് ചെയ്യാതെ തന്നെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ മെഷർ ചെയ്യാവുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നു. ഇപ്പോൾ CGM എന്ന് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ എന്ന് പറയും. ഒരു ചെറിയ പാച്ച്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഗ്ലൂക്കോസ് കൂടുന്നത്, ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞ് മനസ്സിലായില്ല. അപ്പോൾ അതേപോലെ DNA, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എൻ്റെയർ ഒറിജിനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ DNA ആണ്, ഒറിജിനൽ ഇൻഫർമേഷൻ. ഇപ്പം സുരേഷൻ ഷേപ്പ് കൊടുത്തതും ഈ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നതും ഒക്കെ ആ DNAയിലുള്ള അല്ലെങ്കിൽ ജീനിലുള്ള ഇൻഫർമേഷനാണ്. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ജീനുകളിൽ നിന്ന് വന്നുള്ള ഇൻഫർമേഷനാണ്. ഇത് നമുക്കിപ്പോൾ ഡീകോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതാണ്. ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് വരാനിരിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഈ അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആ അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്ന ഏതൊക്കെ ജീനുകളാണ് നമ്മളിലുള്ളത്, ഈ ജീനുകളെ അത് എക്സ്പ്രസ് ചെയ്യുക, അതിനെ ഓൺ ആവുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുക, അതിനെ ട്രിഗർ ചെയ്യാന്ന്. ആ ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് കണ്ടെത്തി അതിനെ ബ്ലോക്ക് ചെയ്താൽ അസുഖങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അതിനർത്ഥം, ഇന്നൊരാൾ വേണമെന്ന് വെച്ചാൽ അയാൾക്ക് അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതം നയിക്കാനും സാധിക്കും ഈ ബയോ ഹാക്കിംഗ് പ്രോസസ്സിലൂടെ. അപ്പോൾ അത് വളരെ ചിലവേറിയ ഒന്നാണോ ശരിക്കും അത് ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത്? അത് ഡിപ്പെൻഡ്സ്, നമ്മൾ ഏത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം ഗ്രൗണ്ടിങ്, എർത്തിങ്, മണ്ണിൽ കൂടെ നടന്നാൽ മതിയല്ലോ, ചിലവൊന്നുമില്ല. ഓക്കെ, പഴങ്കഞ്ഞി കുടിക്കാൻ ചിലവൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. നല്ല ഒന്നാം തരം ഗട്ട് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പഴങ്കഞ്ഞി, അതുപോലെ ഫെർമെൻറ്റഡ് ഫുഡ് കഴിക്കുക. പിന്നെ ഇപ്പം നമുക്ക് കുറച്ചുകൂടി അസുഖങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം. ഇപ്പം നമ്മളുടെ DNA, നമ്മളുടെ ജനറ്റിക് ലെവലിലുള്ള ഇൻഫർമേഷൻ മുഴുവൻ ഒന്ന് ഡീകോഡ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് കാരണമാകുന്ന ജീനുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ജീനുകളെ ഓണാക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഘടകങ്ങളെ തടയാൻ പറ്റുന്ന ആ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ കുറച്ച് ചിലവ് വരുന്നുണ്ടാവും. എന്ന് വെച്ചാലും ഈ ചിലവെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി കൊടുക്കേണ്ടി വരാൻ പോകുന്നതുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഈ ഒരു പ്രോസസ്സിനും ഒരു ചിലവുമില്ല. നമ്മൾ ഓരോന്നിനും ജനിച്ചിരിക്കുന്നത് ഓരോ ക്യാൻസർ കോശങ്ങൾ കൊണ്ടാണെന്നുള്ളതാണ്. ഇത് സർവ്വസാധാരണമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബയോ ഹാക്കിങ്ങിലൂടെ നമ്മുടെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ നേരത്തെ കണ്ടെത്തി അത് പരിഹരിക്കാൻ പറ്റും, അറിയാൻ പറ്റും. ഈ ജനറ്റിക് ടെസ്റ്റിങ്ങിൽ കൂടെ നമ്മൾ എപ്ലിമോ എന്നൊരു പ്രോഗ്രാം ഉണ്ട് നമ്മൾ ചെയ്യുന്നത്. എപ്പിജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയും. ഈ പ്രോഗ്രാമിൽ ഈ ക്യാൻസർ ഉൾപ്പെടെയുള്ള എല്ലാ അസുഖങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ജീനുകൾ നമ്മളിലുണ്ടോ, ഇപ്പം നമ്മുടെ 2 കാരണങ്ങൾ അതിന് ഓർക്കണം കേട്ടോ. ഒന്ന്, നമുക്കത് അത്തരത്തിലുള്ള ജീനുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വരണമെന്നില്ല, ആ ജീൻ ഓണായാൽ മാത്രമേ അത് വരുള്ളൂ. അപ്പോൾ ജീനിനെ ഓണാക്കുന്ന ഘടകം ഏതാണെന്ന് കണ്ടെത്തി അതിനെ തടയുക എന്നുള്ളതാണ് ഒന്ന്. 2, ഇപ്പം ജീനിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വരില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം കയ്യിലിരിപ്പുകൊണ്ടും വരാം പല അസുഖങ്ങളും. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി നമുക്ക് ഒരു പരിധി വരെ ഒരു പ്രൊട്ടക്ഷന് നമുക്കിതിനെ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. എന്താണ് ഓൺ ചെയ്യുന്നത്, ആ ക്യാൻസറിന് ബാധിതമായ എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള മരുന്ന് അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സാധ്യമാണെന്നല്ലേ അർത്ഥം? അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, 62 വയസ്സിലാണ്. അച്ഛൻ്റെ അച്ഛനും ഇത് തന്നെയായിരുന്നു. അപ്പം എൻ്റെ ഉള്ളിൽ ആ ജീൻ ഉണ്ടെന്നുള്ളതിന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് പൈസ മുടക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കറിയാൻ താല്പര്യമുള്ളൊരു വിഷയം, ഈ ജീൻ എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ന് മുതൽ, ഞാൻ ജനിച്ച മുതലുള്ളതാണ്. പക്ഷെ അത് ഉറക്കത്തിലാണിപ്പോൾ. ഇത് ഓൺ ആകുമ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇതിനെ ഓൺ ആക്കുന്ന ഘടകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സാധാരണ നമ്മളതിന് ഈ ജനറ്റിക്സ് പറയുന്നൊരു ഭാഷയുണ്ട്, ഈ ജീൻസ് ആർ ലോഡഡ് ഗൺസ് എന്നാണ് പറയുക. ഒരു ഗൺ ലോഡ് ചെയ്ത് നമ്മളിവിടെ വെച്ചിരിക്കുക, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതെടുത്ത് ട്രിഗർ ചെയ്താലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ ട്രിഗറാണ് നമുക്ക് അറിയേണ്ടത്. എൻ്റെ ഉള്ളിൽ ആ ജീനുണ്ട്, അതിന് ട്രിഗർ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിലാണ് നമ്മളുടെ ഇവിടുത്തെ ടീമിൻ്റെ എക്സ്പെർട്ടൈസ്. ആ ട്രിഗർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രിഗർ ഉണ്ടാവാതെ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ട്രിഗർ മിക്കവാറും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുക ട്രിഗറിനെ. എന്ന് പറയുമ്പോൾ
ഒന്നുകിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റമാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഉറക്കത്തിൽ മാറ്റമാവാം, നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഫാക്ടറാവാം, നമ്മൾ ജീവിത സാഹചര്യം മാറുന്നതാവാം, നമ്മളുടെ ചില പർട്ടിക്കുലർ എക്സസൈസുകളാവാം. കാരണം ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം സിനിമാ രംഗത്ത് തന്നെ നോക്കിയാൽ പുനീത് രാജ്കുമാറിനെയൊക്കെ പോലുള്ള ചെറുപ്പക്കാർ 40 വയസ്സിൽ ആരോഗ്യവാനെന്ന് കരുതിയ ആൾ ജിമ്മിൽ കൊളാപ്സ് ചെയ്ത് മരിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും പറയുന്നു അദ്ദേഹം ഒരു ജനറ്റിക് പ്രൊഫൈൽ ചെയ്തിരുന്ന ഈ പ്രശ്നം വരില്ല. കാരണം ഒരു ജനറ്റിക് പ്രൊഫൈലിംഗ് നമുക്ക് അറിയാൻ പറ്റും ഏത് എക്സസൈസ് നിങ്ങൾക്ക് ഗുണകരമാണ്, ഏത് എക്സസൈസ് നിങ്ങൾ ഡാമേജ് ചെയ്യും. ഇത്രയും പ്രിസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സാധ്യതയുള്ള പല പ്രോബ്ലംസിനും തടയിടാൻ സാധിക്കും. അപ്പം നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ അല്ലേ ഞാൻ കരുതുന്നത് നിർബന്ധമായും ചെയ്യണമെന്ന്. കാരണം ഞാനൊരു 1.5 വർഷം മുമ്പ് ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് കണ്ടു. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ കണ്ട ആദ്യത്തെ പോസ്റ്റാണ്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: എ മിഡിൽ ക്ലാസ് ഈസ് 1 ഹോസ്പിറ്റൽ ബിൽ എവേ ഫ്രം പോവർട്ടി. ഇത് എഴുതിയിരുന്നത് ഒരു കമ്പ്യൂട്ടർ രംഗത്ത് പ്രവർത്തിക്കുന്ന IT മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലാണ്. പെൺകുട്ടി ഏകദേശം 35 വയസ്സോളം പ്രായമുള്ളൊരു പെൺകുട്ടി. അവരുടെ സ്റ്റോറി ഇതാണ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അവർക്കൊരു നല്ല രീതിയിൽ പോകുന്നു. ബീഹാറിലൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്നു, ബോംബെ വന്ന് വർക്ക് ചെയ്യുന്നു, ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി ലോൺ എടുത്ത്. ആ സമയത്ത് അവർക്കൊരു സ്ട്രോക്ക് വരുന്നു. അതിൻ്റെ റിക്കവറിക്ക് നല്ല സമയമെടുത്തു. ഇൻഷുറൻസ് മുഴുവൻ കവർ ചെയ്തില്ല. ലാസ്റ്റ് അവരുടെ ബോംബെയിലുള്ള അപ്പാർട്ട്മെൻറ്റ് ഒരു വിറ്റു. അവർക്ക് പൂർണ്ണമായിട്ട് റിക്കവറി കിട്ടാത്തതുകൊണ്ട് ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അവർ തിരിച്ച് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. എങ്ങനെയാണോ അവർ വന്നത് അതേ അവസ്ഥയിൽ അവർ തിരിച്ചെത്തി. പോവർട്ടി. ഒരൊറ്റ ഹോസ്പിറ്റൽ ബില്ലാണ് അവരെ മിഡിൽ ക്ലാസ്സിൽ നിന്ന് പോവർട്ടിയിൽ എത്തിച്ചത്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു 10,000, 20,000, 30,000 രൂപയോ ഒരു നമ്മുടെ ജീവിതകാലത്തേക്ക് മുഴുവൻ, ഇപ്പം നമ്മളിപ്പോൾ ജനറ്റിക് പ്രൊഫൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ എപ്ലിമോ പ്രോഗ്രാം ഒരു തവണ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ജീവിതകാലം മുഴുവനുള്ള ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ നമുക്ക് കിട്ടുക. താരങ്ങളടക്കം ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. കാരണം അവർ ഈ പറഞ്ഞ പുനീതിൻ്റെ ഒരു വിഷയം തന്നെ ഈ എന്തുകൊണ്ട് അപകടം വരുത്തി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന ട്രെയിനിങ് ഒക്കെ കറക്റ്റാണോ? അതെ. അത് മാത്രമല്ല സുരേഷ്, അത് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഇത് ഒരുപക്ഷെ 5 വർഷം മുമ്പ് ഇത് ആൾക്കാർക്ക് അധികം പേർക്ക് അറിയില്ലായിരുന്നു. ഈ സയൻസ് തന്നെ പുതിയതായതുകൊണ്ടാണ്. നമ്മുടെ ഭക്ഷണം പോലും ഇപ്പം ബ്രോക്കോളിയൊക്കെ ഇപ്പം ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ചില ഭക്ഷണങ്ങളെ സൂപ്പർ ഫുഡുകൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ നല്ല ഭക്ഷണം എന്ന് പറയാറുണ്ട്. ബ്രോക്കോളി എന്ന് പറയുന്ന വെജിറ്റബിൾ വളരെ പ്രാബല്യത്തിൽ ഇപ്പം ആരോഗ്യപരം രംഗത്ത് കുറച്ച് എക്സ്പെൻസീവ് വെജിറ്റബിളാണ്. പക്ഷേ നമ്മളിവിടെ നടത്തിയിട്ടുള്ള 10,000-ൽ കൂടുതൽ കേസസ് നമ്മളിപ്പം ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എപ്പോഴും പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പല ആൾക്കാരിലും കാണുന്നത് അവർക്ക് അവരുടെ ചില ജീനുകൾ, അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള ചില ജീനുകൾ ബ്രോക്കലി പോലുള്ള ചില വെജിറ്റബിൾസ് കഴിക്കുമ്പോഴാണ് ഓണാവുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം ക്രമം ചിട്ടപ്പെടുത്തുമ്പോൾ പോലും, ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ചെറിയൊരു കൺട്രോള് നമ്മുടെ ജീനുകൾക്കുണ്ട്. ചില കാര്യങ്ങളിൽ വളരെ വലിയ കൺട്രോളും ഉണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിനകത്ത് ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനകത്തുനിന്നുള്ള ഘടകങ്ങളെയാണല്ലോ ബോഡി അബ്സോർബ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന മെക്കാനിസം അതിൻ്റെ കോഡിങ് എഴുതി വെച്ചിരിക്കുന്ന ജീനിനകത്താണ്. ഇപ്പോൾ ചില ആൾക്കാരിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഫാറ്റ് മെറ്റബോളിസം, അതായത് ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ശരീരത്തിന് പറ്റുന്ന രീതിയിൽ അതിനെ എടുക്കുന്ന ആ രീതി, അതിനാണ് മെറ്റബോളിസം എന്ന് പറയുക. അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനുകൾ ചില ആൾക്കാരിൽ ഇമ്പയർഡ് ആണ്, അല്ലെങ്കിൽ അത് പാകപ്പിഴ വന്ന് കിടക്കുകയാണ്. പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവരിൽ പല ആൾക്കാരിലും ഒബേസിറ്റി ഉണ്ടാവും. ഈ ആൾക്കാർ പലപ്പോഴും ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ കൊടുക്കുന്നത്, ഇപ്പോൾ കീറ്റോ ഡയറ്റ് ഒരു കുറേ നാളത്തേക്ക് വലിയ ഫാഷനായിരുന്നു. അതായത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണം, ഹെവി ആയിട്ടുള്ള ഫാറ്റ് മാത്രം കഴിക്കുക. പക്ഷേ അതുകൊണ്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതേസമയം ഈ ജീൻ ഇമ്പയർഡ് ഫാറ്റ് മെറ്റബോളിസത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ജീൻ ഒരാളിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി പോയിട്ട് കീറ്റോ ഡയറ്റിൽ ഏർപ്പെട്ടാൽ സംഭവിക്കാവുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കായി പോകുന്ന പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും ഇപ്പോൾ സുരേഷ് നേരത്തെ പറഞ്ഞ സിനിമാ രംഗത്തൊക്കെയുള്ള ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽ ജനറ്റിക് പ്രൊഫൈൽ ചെയ്ത ശേഷം മാത്രം അവരുടെ ലൈഫ് സ്റ്റൈല് അവർ ചിട്ടപ്പെടുത്താവും.